വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന ഇന്ത്യൻ IT പ്രൊഫഷണലുകളെയും IT സേവനദാതാക്കളായ മുൻനിര മൾട്ടിനാഷണൽ കമ്പനികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങളൊരു ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യുകയാണോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കാനഡയിലെ ഓൺസൈറ്റ് പ്രൊജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കാൻ കാത്തിരിക്കുകയാണോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന നിയമമാറ്റം കാനഡ ഇമിഗ്രേഷൻ വിഭാഗം നടപ്പിലാക്കിയിരിക്കുകയാണ്. C20 റെസിപ്രോക്കൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് നിബന്ധനകൾ കടുപ്പിച്ചുകൊണ്ട് കാനഡ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. എന്താണ് ഈ C20 വിസ? ഈ പുതിയ തീരുമാനം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ ജീവനക്കാരെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി നോക്കാം. കാനഡയിൽ തൊഴിൽ വിസ ലഭിക്കുന്നതിന് സാധാരണയായി ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് അഥവാ LMIA ആവശ്യമാണ്. അതായത് ഒരു വിദേശിയെ ജോലിക്കെടുക്കുന്നതിന് മുൻപ് ആ തസ്തികയിലേക്ക് യോഗ്യരായ കനേഡിയൻ പൗരന്മാരോ പെർമനന്റ് റെസിഡൻസോ ലഭ്യമല്ലെന്ന് തൊഴിലുടമ തെളിയിക്കണം. എന്നാൽ ലേബർ മാർക്കറ്റ് ടെസ്റ്റുകളിൽ നിന്ന് ഇളവ് നൽകുന്ന വിസ കാറ്റഗറിയാണ് ഇന്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാമിന് കീഴിലുള്ള C20. ഇതുവരെ കനേഡിയൻ കമ്പനികൾക്ക് ഒരു വിദേശ രാജ്യത്ത് നിന്ന് പുതിയ ഒരാളെ നിയമിക്കുകയും അയാൾ കാനഡയിൽ എത്തുമ്പോൾ മുതൽ ജോലി ആരംഭിക്കുന്ന രീതിയിൽ C20 പെർമിറ്റ് വഴി എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം കാനഡയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അതാത് വിദേശ രാജ്യത്തെ കമ്പനി ശാഖയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മാത്രമേ C20 പെർമിറ്റ് അനുവദിക്കൂ. ഒരു കമ്പനി പുതിയതായി ഒരാളെ ജോലിക്കെടുത്ത് അയാൾ കാനഡയിൽ എത്തിയ ശേഷം മാത്രം ജോലിയിൽ പ്രവേശിക്കുന്ന രീതി ഇനി അനുവദിക്കില്ല. ഇതിനർത്ഥം താൽക്കാലിക ഓഫർ ലെറ്ററുകളുടെ മാത്രം ബലത്തിൽ കാനഡയിലേക്ക് പുതിയ ജീവനക്കാരെ പെട്ടെന്ന് കൊണ്ടുവരാൻ കമ്പനികൾക്ക് കഴിയില്ല എന്നാണ്. എന്തുകൊണ്ടാണ് കാനഡ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? നമുക്ക് പരിശോധിക്കാം. RCC നൽകുന്ന വിശദീകരണം അനുസരിച്ച് C20 കാറ്റഗറിയുടെ പ്രാഥമിക ലക്ഷ്യം വിവിധ രാജ്യങ്ങളിലെ ജീവനക്കാർ തമ്മിൽ അറിവും അനുഭവ സമ്പത്തും പരസ്പരം പങ്കുവയ്ക്കുക എന്നതാണ്. എക്സ്ചേഞ്ച് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സ്ഥാപനത്തിൽ മുൻപ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയൊരു വ്യക്തി കാനഡയിലെത്തി നേരിട്ട് ജോലി ആരംഭിക്കുമ്പോൾ അത്തരം അനുഭവ സമ്പത്തിന്റെ കൈമാറ്റം നടക്കുന്നില്ലെന്ന് ഇമിഗ്രേഷൻ അധികൃതർ വിലയിരുത്തുന്നു. മാത്രമല്ല, മുൻപ് പ്രായോഗത്തിലുണ്ടായിരുന്ന ന്യൂട്രൽ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് എന്ന വിലയിരുത്തൽ രീതി പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ LMIA ഇളവുകൾ കമ്പനികൾ അനാവശ്യമായി ദുരുപയോഗം ചെയ്യുന്നത് തടയുകയാണ് കാനഡയുടെ ലക്ഷ്യം. ഈ പുതിയ നീക്കം ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകാൻ പോകുന്നത് ഇന്ത്യൻ IT മേഖലയ്ക്കും ടെക് പ്രൊഫഷണലുകൾക്കുമാണ്. ഇന്ത്യയിലെ പ്രമുഖ IT കമ്പനികൾക്കും ആഗോള ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളും തങ്ങളുടെ പുതിയ ക്ലയന്റ് പ്രൊജക്ടുകൾക്കായി ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിദഗ്ധരെ നിയമിക്കാറുണ്ട്. ഇൻഡസ്ട്ര കമ്പനി ട്രാൻസ്ഫർ വഴി ജീവനക്കാരെ കൊണ്ടുപോകണമെങ്കിൽ കുറഞ്ഞത് 12 മാസം തുടർച്ചയായി അതേ കമ്പനിയിൽ ജോലി ചെയ്ത പരിചയം വേണം. ഇത് മറികടക്കാൻ പല കമ്പനികളും ആശ്രയിച്ചിരുന്നത് C20 പെർമിറ്റുകളായിരുന്നു. പുതിയ നിയമം നിലവിൽ വന്നതോടെ ഓൺസൈറ്റ് ട്രാൻസ്ഫറുകൾ വൈകും. കമ്പനികൾ പുതിയതായി നിയമിക്കുന്ന ജീവനക്കാരെ പെട്ടെന്ന് കാനഡയിലേക്ക് അയക്കാൻ കഴിയില്ല. അവർ വിദേശ ഓഫീസിൽ നിശ്ചിത കാലയളവ് ജോലി ചെയ്തു എന്ന് തെളിയിക്കുന്ന പേറോൾ രേഖകളും പേ സ്ലിപ്പുകളും ഹാജരാക്കേണ്ടി വരും. മറ്റൊന്ന്, പ്രോസസ്സിംഗ് ചെലവും വർദ്ധിക്കും. വേഗത്തിലുള്ള വിസ ലഭിക്കാത്തതിനാൽ കമ്പനികളുടെ പ്രൊജക്ട് ഡെലിവറികൾ വൈകാനും സാധ്യതയുണ്ട്. മൂന്നാമത്തത്, ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകുന്നു എന്നതാണ്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കാനഡയിലെ IT ടെക് കമ്പനികൾക്ക് വിസ സ്പോൺസർമാരുടെ ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ഈ വഴി അടയുകയാണ്. അങ്ങനെയെങ്കിൽ കമ്പനികൾക്ക് ഇനി എന്തൊക്കെ വഴികളാണ് ബാക്കിയുള്ളത്? C20 തടസ്സപ്പെടുമ്പോൾ പ്രധാനമായും 3 വഴികളാണ് മുന്നിലുള്ളത്. ഒന്നാമതായി, വിദേശത്ത് കുറഞ്ഞത് 12 മാസം സേവനം പൂർത്തിയാക്കിയ എക്സിക്യൂട്ടീവുകൾക്കോ സീനിയർ മാനേജർമാർക്കോ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ളവർക്കോ ഈ വഴി ഉപയോഗിക്കാം. എന്നാൽ പുതിയ ആൾക്കാർക്ക് ഇത് സാധ്യമല്ല. രണ്ടാമതായി, കാനഡയുടെ സാമ്പത്തികം അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയ്ക്ക് കാര്യമായി സംഭാവന നൽകാൻ കഴിയുന്ന വ്യക്തിയാണെന്ന് തെളിയിച്ചാൽ ഈ LMIA ഇളവ് ലഭിക്കും. എന്നാൽ ഇതിനുള്ള മാനദണ്ഡങ്ങൾ വളരെ കർശനമാണ്. മൂന്നാമതായി, മറ്റു വഴികളില്ലെങ്കിൽ കമ്പനികൾ സാധാരണ LMIA അപേക്ഷിക്കണം. എന്നാൽ കാനഡയിൽ തൊഴിലില്ലായ്മ നിരക്ക് 6% കൂടുതലുള്ള മേഖലകളിൽ കുറഞ്ഞ വേതനമുള്ള തൊഴിലുകൾക്ക് LMIA നൽകുന്നത് കാനഡ സർക്കാർ തടഞ്ഞിട്ടുണ്ട്. കൂടാതെ ഉയർന്ന വേതനവും കടുത്ത ലേബർ ടെസ്റ്റുകളും ഇതിന് ആവശ്യമാണ്. ചുരുക്കത്തിൽ, കാനഡ തങ്ങളുടെ താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമുകളിലും അന്താരാഷ്ട്ര മൊബിലിറ്റി പ്രോഗ്രാമുകളിലും വലിയ അഴിച്ചുപണിയാണ് നടത്തുന്നത്. തദ്ദേശീയർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര വിസ വഴികളിലൂടെ ദുരുപയോഗം തടയുന്നതിനുമാണ് കനേഡിയൻ സർക്കാർ ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്.